യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായി സഹകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ദൂരദർശിനിയായ 30 മീറ്റർ ദൂരദർശിനി നിർമ്മിക്കാൻ സ്പാനിഷ് സർക്കാർ മുൻകൈയെടുക്കുന്നു. പദ്ധതിക്കായി 100 കോടി യൂറോ വരെ സമാഹരിക്കുമെന്ന് സ്പാനിഷ് ഭരണകൂടം പ്രഖ്യാപിച്ചു. സ്പെയിനിലെ ലാ പാൽമയിലുള്ള റോക്ക് ഡി ലോസ് മുച്ചാക്കോസ് ഒബ്സർവേറ്ററിയിലാണ് TMD ഇന്റർനാഷണൽ ഒബ്സർവേറ്ററി നിർമ്മിക്കാൻ സാധ്യത. സ്പാനിഷ് ശാസ്ത്ര മന്ത്രാലയം 40 കോടി യൂറോയും EIB ഒഫീഷ്യൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിൽ നിന്നുള്ള വായ്പകളും മറ്റും സംഭാവനകളും ഉൾപ്പെടുത്തിയാണ് തുക കണ്ടെത്തുക. US, കാനഡ, ജപ്പാൻ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ അംഗമായ അന്താരാഷ്ട്ര കൺസോർഷ്യമാണ് TMD പദ്ധതിക്ക് പിന്നിൽ. 2014 സെപ്റ്റംബറിൽ കൺസോർഷ്യത്തിൽ ചേർന്ന ഇന്ത്യ പദ്ധതി ചെലവിന്റെ 10% ഏകദേശം 1300 കോടി രൂപ സംഭാവന ചെയ്യുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നോഡൽ ഏജൻസിയായും ആണവോർജ വകുപ്പ് ഏകോപന ഏജൻസിയായും പ്രവർത്തിക്കുന്നു. ദൂരദർശിനിയുടെ 30 മീറ്റർ പ്രൈമറി മിറർ നിർമ്മിക്കുന്നതിന് 492 ഷഡ്ഭുജ കണ്ണാടികൾ ഉപയോഗിച്ചാണ്. ഇതിൽ പോളിഷ് ചെയ്ത 84 കണ്ണാടി സെഗ്മെന്റുകൾ ഇന്ത്യയാണ് നൽകുന്നത്. കൂടാതെ പ്രിസിഷൻ ആക്യുവേറ്ററുകൾ, എഡ്ജ് സെൻസറുകൾ, സെഗ്മെന്റ് സപ്പോർട്ട് അസംബ്ലി എന്നിവയും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുക. തുടക്കത്തിൽ ഹവായിൻ ദ്വീപുകളിലെ മാനാക്കയിലാണ് 140 കോടി US ഡോളർ ചെലവിൽ TMD നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്. 2014 നിർമ്മാണം തുടങ്ങിയെങ്കിലും പ്രാദേശിക നിവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിവെക്കുകയും നിർമ്മാണം തടസ്സപ്പെടുകയുമായിരുന്നു. തുടർന്ന് 2022-23 കാലയളവിലാണ് പദ്ധതി സ്പെയിനിലെ ലാ പാൽമയിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിച്ചത്. നിലവിൽ സ്പെയിനിൽ അനുകൂല നിലപാടെടുത്തതോടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെ വൈകിയതിനാൽ പദ്ധതിയുടെ ആകെ ചെലവിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. 30 മീറ്റർ വ്യാസമുള്ള പ്രാഥമിക കണ്ണാടിയോടുകൂടിയ ഈ ഭീമൻ ദൂരദർശിനി പ്രപഞ്ചത്തിൽ പുതിയൊരു അധ്യായം കുറിക്കും. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ആദ്യകാല രൂപീകരണവും, ഗാലക്സികളുടെ നക്ഷത്രങ്ങളുടെ വികാസം, ബ്ലാക്ക് ഹോളുകൾ, മിൽക്കി വേ എന്നിവയെക്കുറിച്ചുള്ള അപൂർവ വിവരങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞരെ ഇത് സഹായിക്കും. വെയറബിൾ ബ്രാൻഡായ ഫയർബോൾട്ട് സ്മാർട്ട് ഫോൺ വിപണിയിലേക്കുള്ള പ്രവേശനത്തിന് ഒരുങ്ങുന്നു. കമ്പനിയുടെ പുതിയ ബോൾട്ട് ബ്രാൻഡിന് കീഴിലെ ആദ്യ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഓഗസ്റ്റ് 25-ന് അവതരിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ചു. ലോഞ്ചിന് മുന്നോടിയായി ഫ്ലിപ്കാർട്ടിൽ സ്മാർട്ട് ഫോണിനായി പ്രത്യേക മൈക്രോസെറ്റ് സജീവമാക്കിയതോടെയാണ് ലോഞ്ച് തീയതിക്കും ഫോണിന്റെ ആദ്യ ഔദ്യോഗിക ചിത്രവും പുറത്തുവന്നത്. ഫ്ലിപ്കാർട്ടിലെ മൈക്രോസൈറ്റ് പ്രകാരം ഓഗസ്റ്റ് 25-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ബോൾട്ടിന്റെ ആദ്യ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കും. അനാവശ്യ ആപ്പുകളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമായ ക്ലീൻ സോഫ്റ്റ്വെയർ അനുഭവമായിരിക്കും ഫോണിന്റെ പ്രധാന സവിശേഷത എന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. മൈക്രോസൈറ്റിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ പ്രകാരം ഫോണിൽ സെൽഫി ക്യാമറയ്ക്കായി മധ്യഭാഗത്ത് ഹോൾ പഞ്ച് കട്ടൗട്ട് നൽകിയിട്ടുണ്ട്. താഴത്തെ ബെസൽ മറ്റ് 3 വശങ്ങളെക്കാൾ അല്പം കട്ടിയുള്ളതായും കാണാം. വലതുവശത്ത് പവർ ബട്ടണും വോളിയം കീകളും നൽകിയിരിക്കുന്ന ഫ്ലാറ്റ് ഫ്രെയിം ഡിസൈനാണ് ഫോണിനുള്ളത്. തവിട് നിറത്തിലുള്ള ഫിനിഷോടെയാണ് ഫോൺ എത്തുന്നതെന്നും ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഫോണിന്റെ വിലയോ മറ്റ് സാങ്കേതിക സവിശേഷതകളോ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 20,000 രൂപ താരം വിലയുള്ള സ്മാർട്ട് ഫോണുകളിലാണ് ഫയർബോൾട്ട് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് മുൻ റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ HMD, ലാവ, സാംസങ്, OnePlus, ഓപ്പോ, വിവോ തുടങ്ങിയ ബ്രാൻഡുകളുമായി നേരിട്ടുള്ള മത്സരമായിരിക്കും കമ്പനി നേരിടേണ്ടി വരിക.